ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വീടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വിൻഡോ തുറന്നിട്ടുകൊണ്ട് അവിടുത്തെ പുറത്ത് AC-യുടെ ശബ്ദം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അധികം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാൻ. തമിഴിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവില്ലോ എന്താന്ന്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അധികം നേരം ഇവിടെ നിൽക്കാനും വയ്യ, നല്ല തണുപ്പാണ്. ഇന്ന് ഫുൾ മഴയായിരുന്നു. മഴ കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പ് കൂടുന്നുണ്ട്. വെളിച്ചം ഇന്ന് വെയിലുണ്ടായിട്ടേ ഇല്ല, വെളിച്ചം ഒട്ടുമില്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തിരിയെങ്കിലും കാണണ്ടേ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിന്നാണ്. അധികം നേരം നിൽക്കാൻ വയ്യ. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആണിത്. ഇതൊരു ഡീപ്പ് ക്ലീനിങ്ങും അല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള ഓർഗനൈസേഷനും അല്ല. ഞങ്ങളുടെ ബെഡ്റൂം ആക്ച്വലി ഇതാണ്. അപ്പോൾ അതിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. വാൾപുട്ടിയൊക്കെ ഒന്ന് ഇട്ട് പല സ്ഥലത്തും ക്രാക്ക് ഉള്ളതൊക്കെ റിപ്പയർ ചെയ്ത് പെയിൻറ്റിങ് ചെയ്തു. പെയിൻറ്റിൻ്റെ മണം സഫോക്കേഷൻ എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഇന്നലെ രാത്രി വരെ വെയിറ്റ് ചെയ്ത് AC ഒക്കെ ഇട്ട് വെച്ച് വിൻഡോ വാതിലൊക്കെ തുറന്നിട്ടിട്ട് നോക്കി, പക്ഷേ മണം പോകുന്നില്ല. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്താണ് പെട്ടെന്ന് ഈ റൂം എൻ്റെ ക്രാഫ്റ്റ് റൂമാണ്. ഞാൻ എൻ്റെ സാമഗ്രികളെല്ലാം വെക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അത് ഒട്ടും വൃത്തിയായിട്ടല്ല കിടക്കാറ്. ഞാൻ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരുമിച്ചങ്ങ് തോന്നുമ്പോൾ ക്ലീൻ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് അത്യാവശ്യം വേണ്ട ഒതുക്കം ചെയ്തിട്ട് ബെഡ് യൂസ് ചെയ്യാൻ പാകത്തിലാക്കിയിട്ട് അങ്ങ് കയറി കിടന്നു. പിന്നെ ഇന്നപ്പം ഞാൻ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒതുക്കണതിൻ്റെ മുന്നേ ഉള്ള രൂപം ഒതുക്കിയതിന് ശേഷമുള്ള രൂപം കാണിച്ചു തരാം കേട്ടോ. വരും. അതായിരുന്നു റൂമിൻ്റെ കോലം. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ അവളെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ബെഡൊന്ന് നേരെയാക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് ബ്ലാങ്കറ്റെല്ലാം മടക്കി ഒന്ന് നേരെയാക്കി ഇട്ടു. ബെഡ്റൂം ഇതല്ലാത്തത് കൊണ്ട് ബെഡ് മുഴുവൻ ഇന്നലെ രാത്രി ഞാൻ വേഗം ഒഴിച്ചതാണ്. കാരണം ഞാൻ ചാർട്ട് പേപ്പർ നമ്മൾ റോൾ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുമ്പോൾ ഒക്കെ അത് ചുളിവ് നിവർത്താനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനതെല്ലാം നിവർത്തി വെക്കും. ഈ റൂമിൽ അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനങ്ങളും എല്ലാം അങ്ങനെ ചിലപ്പോൾ പകുതിയാക്കി ഇട്ടതുണ്ടായിരിക്കും, അതിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അങ്ങനെയെല്ലാം അങ്ങനെ ഇടുക ചെയ്യുക. കാരണം എനിക്ക് കൺവെട്ടത്ത് കണ്ടാലാണ് ഓരോന്നോരോന്ന് ചെയ്യാൻ എളുപ്പം. എടുത്തു വെച്ചാൽ പിന്നെ അത് തപ്പി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തപ്പി നടക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായാലും അവൾ എണീറ്റ സമയത്ത് വേഗം ഞാൻ ബെഡെല്ലാം റെഡിയാക്കി. അതിനുശേഷം ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീനിങ്ങൊക്കെ നമുക്ക് ആ മൂഡ് തോന്നുമ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്, അതങ്ങനെ പെൻഡിങ് കിടക്കും. അപ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ എപ്പോഴും ഈ റൂമിലുണ്ടായിരിക്കും. കാരണം ഈ റൂമിൽ അങ്ങനെ ഷെൽഫില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം നമ്മൾ പുറത്ത് എപ്പോഴും പോകുന്നില്ലല്ലോ, വീക്കെൻഡിലല്ലേ എപ്പോഴേലും പുറത്ത് പോകുള്ളൂ. അപ്പോൾ അതെൻ്റെ അഭയൊക്കെയാണ്. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ എന്നും അവളേനെ സ്കൂളിലേക്ക് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ താഴെ ബസ് വരുന്നിടത്തേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അത് കഴിഞ്ഞ് വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും താഴെ വരെ പോവുകയാണെങ്കിൽ നമ്മൾ അഭയം ഇടണം. അപ്പോൾ അതുണ്ടായിരിക്കും. പിന്നെ തണുപ്പല്ലേ, അപ്പോൾ 1-2 ഷോളും ഉണ്ടായിരിക്കും എന്തായാലും. പിന്നെ വിൻ്റർ ജാക്കറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവളുടെ സ്വെറ്റർ, ക്യാപ്പ്, അതുപോലെ അവളുടെ ജീൻസുകൾ, ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് ആകെ 3 മണിക്കൂർ നേരത്തേക്കാണ് ഇടുന്നത്. അപ്പോൾ ഒരു ദിവസം ഇട്ടാലൊന്നും അലക്കാറില്ല. അലക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ജീൻസൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ബെഡിൻ്റെ കട്ടിലിൻ്റെ ദിൻപിൽ വിരിച്ചിടുക ചെയ്യാറ്. പുറത്തിട്ടാൽ എപ്പോഴും പൊടിയായിരിക്കും. ഇവിടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വിൻ്ററിൽ ഇടയ്ക്കിടയ്ക്ക് പൊടിക്കാറ്റ് വന്നുകൊണ്ടിരിക്കും. 2 ദിവസം തണുപ്പ്, 2 ദിവസം മഴ, 2 ദിവസം പൊടിക്കാറ്റ്, എങ്ങനെയൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുറത്തിടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടതൊക്കെ ഞാനൊന്ന് മടക്കി ഷെൽഫിൽ അവിടെ ഉള്ളിൽ കൊണ്ട് വയ്ക്കുകയാണ്. അതിന് ശേഷം ഇവിടെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. ഇതൊന്നും ഉപയോഗിക്കുന്ന ചെയറൊന്നും അല്ല. പിന്നെ അവളുടെ ടോയ്സ്, അവൾ വല്ലാതെ സർക്കസ് കാണിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കും. പിന്നെ അവൾ ഇവിടെ കയറി വന്നാൽ പിന്നെയും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അവളുടെ ബാഗ്, ബുക്സ് എല്ലാം ഒതുക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ സ്വിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വെക്കുന്നതും. അപ്പോൾ താഴെ ഞാൻ ബെഡിൽ നിന്ന് എടുത്തിട്ട് ചാർട്ട് പേപ്പർ, അതിൽ വേസ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എല്ലാ വീക്കും ഒന്ന് ഞാൻ ഫ്ലോറൊക്കെ ഒന്ന് എന്തായാലും ക്ലീൻ ചെയ്യും, ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ ഉള്ളിലുമൊക്കെ എപ്പോഴൊന്നും ക്ലീൻ ചെയ്യില്ല. കാരണം ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അറിയുണ്ടാവും, നിറയെ നുറുങ്ങ് സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് കളയാൻ തോന്നില്ല ചിലത്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യമുള്ളതെന്ന് തോന്നുന്നതൊക്കെ
എടുത്ത് വെക്കുകയാണ്. ചാർട്ട് പേപ്പർ, കുറച്ച് പഴയ കലണ്ടറുകൾ, അതെല്ലാം ഒന്ന് റോൾ ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ അതിനുശേഷം എൻ്റെ സ്വീയിങ് മെഷീൻ്റെ ടേബിളുമ്മിൽ കുറച്ച് സാധനങ്ങളുള്ളത് ഞാൻ ലാപ്ടോപ്പ്, അപ്പോൾ ഇന്നലെ അവിടെ ഹാളിലും പണി നടക്കുമ്പോൾ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നതൊക്കെ ഹാളിലിരുന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ കാരണം അവളെപ്പോഴും കളിക്കുന്നുണ്ടാവുമല്ലോ, അവളുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് അവിടെ പണി നടക്കുമ്പോൾ പൊടിയാവണ്ട പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചാർജ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇവിടെയും കൊണ്ടുവന്ന് വെക്കാറുണ്ട് ടേബിളിൽ. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ വേണ്ടിയിട്ട് എഴുതി വെക്കുന്ന ബുക്ക്, അതൊക്കെ ഞാൻ എപ്പോഴും കിട്ടുന്ന രീതിയിൽ ഡ്രോയിൽ വെക്കും. പിന്നെ എനിക്കിങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്രി സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ റീസെൻ്റായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. കാരണം എടുത്തു വെച്ചാൽ പിന്നെ എനിക്ക് എവിടെയാണെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പോൾ അത് ലാസ്റ്റ് ടൈം ജെറിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് പെയിൻറ്റും ബ്രഷും സാധനങ്ങളും ഉപയോഗിച്ചത് ഞാൻ അതായത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഡ്രോയിലേക്ക് മാറ്റി. അതിനുശേഷം ബാക്കിയുള്ളത് തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആവും വേണം, ഇല്ലെങ്കിൽ എനിക്ക് തന്നെ ഓർമ്മയുണ്ടാവില്ല. എനിക്ക് തിരഞ്ഞു നടക്കുക പറഞ്ഞാൽ വലിയ ദേഷ്യം. അത് കാരണം പരമാവധി ഓരോന്നിനും ഓരോ സ്ഥലം ഫിക്സ് ചെയ്ത് അവിടെ തന്നെ വെക്കാൻ നോക്കും. പിന്നെ ആ ഒരു പ്ലഗ്ഗാണ് അയൺ ചെയ്യാൻ. അപ്പോൾ അത് റൈറ്റ് ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടേബിളിന് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തൂല്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം എന്തായാലും ഇവിടെ ആയിരിക്കും കിടക്കുക രാത്രി. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ് ഞാൻ. കുറച്ച് ഞാൻ ചുമരിൽ നിന്ന് ഹാളിൽ നിന്ന് ഒഴിവാക്കിയത് തിരിച്ച് ഹാളിൽ തന്നെ കൊണ്ടുവയ്ക്കണം. ഇതുപോലെ ഇതൊക്കെ പകുതി ചെയ്ത് വെച്ചതാണ്, വീഡിയോ ഒന്നും ഇല്ല അതിൻ്റെ. അതൊക്കെ കുറേ മുന്നേ ചെയ്ത് വെച്ചത് ഒരു ലാമ്പ് ഷെയ്ഡ്. പറ്റുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് തട്ടി ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് തുടച്ച് ഫ്ലോറും ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടാൽ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പണി. ഒന്ന് റഫായിട്ടൊന്ന് വേഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഡീപ്പ് ക്ലീനിങ് പിന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം ഞാൻ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബെഡ് റെഡിയാണ്. പിന്നെ സൈഡ് ടേബിളിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ചെസ്റ്റ് ഡ്രോയറിൻ്റെ മുകളിലൊന്നും ഞാൻ ഒന്നും ഒതുക്കുന്നില്ല. കാരണം അതൊന്നും പെട്ടെന്ന് ഇപ്പോൾ ഒതുക്കിയ തീരില്ല, അതുകൊണ്ടാണ് പിന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ സ്വീയിങ് മെഷീൻ. അതിന് ഞാനൊരു ടീഷർട്ട് കൊണ്ടാണ് കേട്ടോ കവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ലാപ്ടോപ്പ്, ഐപാഡ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഒരുമിച്ച് വെക്കുന്നുണ്ട്. ട്രൈപ്പോഡും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അവളുടെ ബാഗ്, ചെയർ, സാധനങ്ങൾ ഇവിടെ. പിന്നെ വാക്യൂം ക്ലീനറാണ് മുക്കിലിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ വെക്കുകയാണ്. കാരണം എപ്പോഴെങ്കിലും ക്ലീനിങ് സമയത്ത് എടുക്കാനും. പുറത്ത് ബാൽക്കണി സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് പൊടിയടിക്കും. പിന്നെ ഇതാ നമ്മുടെ സ്റ്റാർ ഇരിക്കുന്നുണ്ട്, പെയിൻറ്റിങ് ബ്രഷുകൾ, ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോയിലൊക്കെ ആദ്യത്തെ 2 ഡ്രോയിൽ കംപ്ലീറ്റ് എൻ്റെ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ളത് കോമൺ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇലക്ട്രിക്കൽ വർക്കിൻ്റെ സാധനങ്ങളും അങ്ങനത്തെയൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. യൂസ് ചെയ്യാത്ത റൂമായുണ്ട്, ശരിക്കും അങ്ങനത്തെ പെട്ടെന്ന് എടുക്കാത്ത സാധനങ്ങൾ മുഴുവൻ ഇതിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റൂം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ടേബിൾ ഞാൻ സ്വീയിങ്ങിനായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് 2 മേലെ കാണുന്ന ഡ്രോകൾ സ്വീയിങ് മെറ്റീരിയൽസിനും, പിന്നെ അതുപോലെ താഴെയുള്ള 2 ഡ്രോ കാണുന്നതിൽ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളാണ് കൂടുതലും വെച്ചിട്ടുള്ളത്. പിന്നെ ടേബിളിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളത് വലിയൊരു കാര്യമാണ്. എന്താ വെച്ചാൽ വലിയൊരു കവറിൽ നിറയെ ഇങ്ങനത്തെ തുന്നാനുള്ള തുണികളും ബാക്കിയുള്ള നല്ല കഷ്ണങ്ങളും എല്ലാം അതിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇത്രേ ഞാൻ റൂം ചെയ്യുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഓടിച്ചുള്ള ഒരു ക്ലീനിങ് വീഡിയോ? ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എനിക്കിപ്പോൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ക്വിക്ക് ക്ലീനിങ്, അതും
ഏറ്റവും കൂടുതൽ ഗോഡൗൺ പോലെ കിടക്കുന്ന റൂമാണിത്. അപ്പോൾ അത്യാവശ്യം പുറമേ കാണുന്നതൊക്കെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു വെക്കും, ആവശ്യമില്ലാത്തതൊക്കെ കളയും. പിന്നെ ഓർഗനൈസേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പിന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പോഴും ഉണ്ടാവും കുറേ സാധനങ്ങൾ കളയാൻ. കാരണം ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ പോലും എടുത്തു വെക്കും. അതെനിക്ക് പണ്ടേയുള്ള ശീലമാണ്, ഒന്നും കളയാൻ തോന്നില്ല. കാരണം പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും അയ്യോ അന്ന് ആ സാധനം കളയണ്ടായിരുന്നു, അത് കളഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് യൂസ് ചെയ്യായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒന്നും കളയില്ല. ഞാൻ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ എടുത്തു വെക്കുകയാണ് ചെയ്യാറ്. അപ്പം നിറയെ എല്ലാ സകല ഗുലാബി സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ഞാനൊന്ന് ക്യുക്കായിട്ട് ക്ലീൻ ചെയ്തു. എനിക്കറിയില്ല പെയിൻറ്റിൻ്റെ സ്മെല്ല് പോവാതെ അവിടെ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എനിക്ക് 2 ദിവസം കൂടി ചിലപ്പോൾ ഇവിടെ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത്യാവശ്യം അതിന് വേണ്ട രൂപത്തിലാക്കിയിട്ടുണ്ട്. അവൾക്ക് കിട്ടാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിട്ടി അവൾ ചിലപ്പോൾ വായലൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.